ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഇംഗ്ലീഷ് സംസാരം എന്നുള്ള ആ ശ്രമത്തിൽ നിന്ന് ആരും പിന്തിരിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ നിന്നും പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? ഒരു അല്പാൽപമായിട്ട് ആദ്യമേ ഒക്കെ ബുദ്ധിമുട്ട് തോന്നും, എങ്കിലും പറഞ്ഞ് പഠിക്കുവാനുള്ള ആ ശ്രമം ഉപേക്ഷിക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അല്പം ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും നമ്മുടെ ശ്രമത്തിൽ എത്തിച്ചേരും വരെ നമ്മൾ പിന്നോട്ട് പോകരുത് കേട്ടോ. ഓക്കെ, ഞാൻ കൂടുതലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ പഠിപ്പിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞു തരുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, കുറേ പേര് പറഞ്ഞു ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ മലയാളത്തിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഇടുകയാണെങ്കിൽ അവർക്ക് ഇത് കാണുന്നതിനും മനസ്സിലാകുന്നതിനും അല്പം കൂടി എളുപ്പം വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ രീതിയിലിടുന്നത്. നിങ്ങൾ ഇപ്പം എടുത്ത ആ രീതിയിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കുകയാണ്. ആ സെൻറ്റൻസ് പഠിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ സെൻറ്റൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് എടുക്കുന്നതിനുള്ള പുതിയ ഒരു രീതിയാണ് ഇതിലൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങളത് അതിനെ ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ ബോർഡിലേക്കൊന്ന് നോക്കൂ. നമ്മുടെ രീതിയിലുള്ള നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന സെൻറ്റൻസുകളല്ലേ, അത് സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യുവിൻ്റെ സ്ഥാനത്ത് ഐയും ഷീയും ഒക്കെ ചേർത്ത് ഹിയർ ദെയറും അങ്ങനെയൊക്കെ ആക്കി സംസാരിച്ച് നോക്കുക. നമുക്ക് ഈ ബോർഡെ നോക്കി പഠിക്കാം. ഓക്കെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ. വിൽ യു ബി ഹിയർ? വിൽ യു ബി ഹിയർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമ്മൾ ഒരാളോട് ചോദിക്കുക. അതിൻ്റെ ആൻസർ ആയിട്ട് പറയാം, ഐ വിൽ ബി ഹിയർ. ഞാനിവിടെ ഉണ്ടായിരിക്കും. ഞാനിവിടെ ഉണ്ടായിരിക്കും. നിങ്ങളിവിടെ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പോസിബിലിറ്റിയും കൂടെ വരും. ഇല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഇവിടെ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതർവൈസ്. അല്ലാത്ത പക്ഷം വെയിറ്റ് ഹിയർ ടിൽ ഐ കം ബാക്ക്. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കൂ. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും, ഇനി ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കാന്. അതർവൈസ് വെയിറ്റ് ഹിയർ ടിൽ ഐ കം ബാക്ക്. അല്ലാത്ത പക്ഷം ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കൂ എന്ന്. അതുപോലെ തന്നെ വേറൊരു പോസിബിലിറ്റി നമുക്ക് പറയാവുന്നതാണ്. നമുക്ക് ഇല്ലെങ്കിൽ ഇവിടെ കാത്തിരിക്കാൻ പറയാം. അല്ലെങ്കിൽ പറയാം നമുക്ക് ഐ മേ നോട്ട് ബി ഏബിൾ ടു കം ഇൻ ടൈം. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത്. ഐ മേ നോട്ട് ബി ഏബിൾ ടു കം ഇൻ ടൈം. ഞാൻ കൃത്യസമയത്ത് വരുവാൻ എനിക്ക് കഴിയില്ലായിരിക്കും എന്ന്. നമുക്ക് 2-3 പോസിബിലിറ്റിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരൊറ്റ ചോദ്യത്തിന് വിൽ യു ബി ഹിയർ എന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ ഐ വിൽ ബി ഹിയർ എന്ന ആൻസർ പറയാം. ഞാനിവിടെ ഉണ്ടായിരിക്കും എന്ന ആൻസർ പറയാം. അല്ല, ഞാനിവിടെ ഇല്ല എങ്കിൽ വരുന്നത് വരെ കാത്തിരിക്കാൻ നമുക്ക് പറയാം. അതല്ല എങ്കിൽ കൃത്യസമയത്ത് വരുവാൻ എനിക്ക് കഴിയില്ലായിരിക്കും. ഈ 3 ആൻസറും നമുക്കിതിന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ അന്നേരം നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഹൗ വിൽ യു കം? നിങ്ങൾ എങ്ങനെ വരും? നിങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ വരുമെന്ന്, നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നു. അന്നേരം അതിനും ആൻസർ പല രീതിയിൽ പറയാം. ഐ വിൽ കം ബൈ ബസ്. ഞാൻ ബസ്സിൽ വരും. അതുപോലെയോ ഐ വിൽ കം ഓൺ സ്കൂട്ടർ. ഞാൻ സ്കൂട്ടറിൽ വരും. അല്ലെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഐ വിൽ കം ഓൺ ഫുഡ്. ഞാൻ നടന്നു വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഉപയോഗിച്ചിരിക്കുന്നത് കം ബൈ ബസ്, ബൈ ബസ്. അതുപോലെ ഓൺ സ്കൂട്ടർ, സ്കൂട്ടറിന്റെ അതുപോലെ 2 വീലേഴ്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അങ്ങനെയുള്ള ഏത് വാഹനങ്ങളാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഓൺ സ്കൂട്ടർ, ഓൺ സ്കൂട്ടർ. അതുപോലെ നമ്മൾ നടന്നാ വരുന്നതെങ്കിലും നമ്മൾ പറയേണ്ടത് ഓൺ ഫുഡ്. ഓൺ ഫുഡ് എന്ന് പറഞ്ഞാൽ നടന്നു വരും. ഐ വിൽ കം ഓൺ ഫുഡ്. ഈ 3 രീതിയിൽ നമ്മൾ വരുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പല രീതിയിൽ പറയാം. ട്രെയിനെ വരാം, പ്ലെയിനെ വരാം, അങ്ങനെ പല രീതിയിൽ പറയാം. പക്ഷെ അത് ചെറിയൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ബൈ ബസ് എന്നോ ഓൺ സ്കൂട്ടർ എന്നോ ഓൺ ഫുട്ട് എന്നോ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഈ 3 രീതിയിൽ വരുന്ന മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. അതിന്റെ ചോദ്യമാണ് ഹൗ വിൽ യു കം? നിങ്ങൾ എങ്ങനെ വരും എന്ന ചോദ്യത്തിനാണ് ഈ 3 ആൻസർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വിൽ യു ബി ഹിയർ എന്ന ചോദ്യത്തിനാണ് നമ്മൾ
ഈ 3 ആൻസറും പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ ബി ഹിയർ എന്ന് പോസിറ്റീവായിട്ടോ ഞാൻ ഒരു പകുതി നമ്മൾ ഇത് രണ്ടും നമ്മൾ ഫുള്ളായിട്ടങ്ങ് പോസിറ്റീവ് അല്ല എങ്കിലും നമ്മൾ തീർത്തും നെഗറ്റീവും അല്ലാത്ത, അതർവൈസ് ഞാൻ വന്നില്ല എങ്കിൽ, അല്ലാത്ത പക്ഷം, വരാത്ത പക്ഷം ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃത്യസമയത്ത് വരുവാൻ എനിക്ക് കഴിയില്ലായിരിക്കും എന്നൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കൂടി ചേർന്ന്, ഇതിന് നമുക്ക് കൂടുതൽ നെഗറ്റീവും, ഇത് ഞാൻ വന്നില്ല എങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതുപോലെ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് 2 ചോദ്യം ചോദിക്കുവാനാണ് പഠിച്ചിരിക്കുന്നത്. അതിന് ആൻസർ പറയുന്ന രീതിയാണ് നമ്മൾ ഇത് ഇത്രയും പഠിച്ചിരിക്കുന്നത്. ഈ 3 ആൻസറും, ഒരു ക്വസ്റ്റ്യനും അതിന് 3 ആൻസറും, അതുപോലെ ഈ ക്വസ്റ്റ്യന് 3 ആൻസർ, ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞത്. അത് ഇതിൻ്റെ ഈ സബ്ജക്റ്റും അതുപോലെ ഈ ഇവിടെയുള്ള ഈ യുവിൻ്റെ സ്ഥാനത്ത് വേറെ സബ്ജക്റ്റ് മാറ്റി പറയാം. യുവ്, ഹിയർ, ഷിയർ, ദേ, അങ്ങനെ ഓരോന്നും മാറ്റി, അങ്ങനെ നമുക്ക് മാറ്റി പറയാവുന്നതാണ്. അങ്ങനെ അതുപോലെ ചോദിച്ച് സംസാരിക്കുവാൻ പഠിക്കുക. അങ്ങനെ സംസാരിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് വലിയ, നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര, നമ്മൾ ഭയപ്പെടുന്നത്ര ഒരു വലിയ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ സാധിക്കും. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് നമ്മൾ പല രീതിയിൽ ആൻസർ പറയുന്നത് എങ്ങനെയാണെന്നും ഉള്ള രീതി പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ചോദിച്ച് നമ്മൾ സംസാരിക്കുവാൻ പഠിക്കുക. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വലിയ കാര്യമല്ല എന്നുള്ള ആ സത്യത്തെ നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിലൂടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നതോടൊപ്പം മറ്റുള്ളവർ കൂടി മനസ്സിലാകുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഇതുപോലെയുള്ള മറ്റ് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഓക്കെ, ബൈ.